ദിവ്യ പ്രിന്റോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സുരേഷ് ഗോപിയെ കാണാനാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അധികം ഒന്നും മേക്കപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് കൈ കിട്ടി ഒരു ചുരിദാർ എടുത്തിട്ട്, ഒരു കമ്മൽ എടുത്തിട്ട്, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട്, കണ്ണെഴുതി, അത്രേ ഉള്ളൂ. എന്ത് പറയാനോ, ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് നേരത്തെ ഒരു ബ്യൂട്ടി വ്ളോഗ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല കേട്ടോ. ഒന്നിനും സമയം തന്നില്ല. എന്റെ കെട്ടിയോ ഇരിക്കുന്നുണ്ടോ മുതല്, ഒരു മുതലാണ് മുതല്. പുള്ളിനെ കാണണോ കാണണ്ടയോ? എനിക്ക് കാണണം, പക്ഷെ ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണ്ടേ പുള്ളിയെ കാണാൻ ചെല്ലുമ്പോ. അല്ലാതെ ഞാൻ പറഞ്ഞു, പുള്ളി പണ്ടത്തെ സുരേഷ് ഗോപി അല്ല, വയസ്സംപ്രായമൊക്കെ ആയി, മുടിയൊക്കെ നരച്ച് 10-60 വയസ്സൊക്കെ ആയി. എന്നാലും എന്റെ മനസ്സിലുള്ള സുരേഷ് ഗോപി എപ്പോഴും ചെറുപ്പമാണ്. എന്റെ അമ്മോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ. പണ്ടൊക്കെ ആണേലും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പറയില്ലേ, സുരേഷ് ഗോപിയെ പോലെ ഇരിക്കുന്നു ചെറുക്കൻ, കല്യാണ ചെറുക്കൻ. അങ്ങനെ പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാണെന്ന് അർത്ഥം. എന്നെ ട്രോൾ ചെയ്താണോ അതേ സുരേഷ് ഗോപിനെ പൊഴുത്തി പറഞ്ഞാണ് എന്തായത്? അല്ല, സുരേഷ് ഗോപി എന്ന് പറഞ്ഞാ ഒരു മൊത്തത്തില് സുരേഷ് ഗോപിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും തികഞ്ഞ ഒരു ഇതാണ്. ഞങ്ങളൊക്കെ എങ്ങനെ ഇരിക്കണേ? നിങ്ങളൊക്കെ വല്ല വിജയിനെ പോലെയോ തമിഴ്നാടൻ. അപ്പൊ എനിവേ, സുരേഷ് ഗോപിയെ കാണാൻ പോകണം. നമ്മുടെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയില് കാർഡിയാക് സെക്ഷന്റെ ഇനാഗുറേഷന് വരുന്നതാണ് സുരേഷ് ഗോപി. അപ്പൊ എനിവേ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊരു ഗോൾഡൻ ചാൻസ് ആണിത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. ആണോ? എക്സൈറ്റ്മെന്റിലാണോ? പിന്നല്ലേ. ഞാൻ ഏതൊക്കെ നടന്മാരെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ജയറാമിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആരാ മമ്മൂട്ടിയുടെ വണ്ടി കണ്ടിട്ടുണ്ട് അല്ലേ നമ്മള്? കണ്ടിട്ടുണ്ടോ? എനിക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ എന്നാണേലും. പിന്നെ ഞാൻ വേറെ കുറെ സിനിമാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപിയെ കാണാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു റീൽസ് കാണാതിരിക്കണ്ടോ? പോന്ന് മിണ്ടാതിരി. ഒരു റീൽസും പിന്നെ പറ്റിയാൽ കേട്ടോ, സമ്മതിച്ച പറ്റിയ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം. എന്താണേലും ഒരു ഹായ് പറയണം. Namaste to Shri Padma Shri Suresh Advani ji. ഇപ്പം എനിവേ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ സുരേഷ് ഗോപി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയലോഗ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് സംസാരിക്കാൻ പറ്റി, കുറച്ച് അടുത്ത് കണ്ട് ഫോട്ടോ എടുക്കാനും മിണ്ടാനും ഒക്കെ പറ്റി. അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ടോ എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഷോക്ക്ഡായി പോകും കേട്ടോ. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ മരത്തടി പോലെ നിൽക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് പറയാം. ഇല്ലേ? ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ബൈ.